നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ നമ്മളെ രോഗികളാക്കാൻ വേണ്ടി മനഃപൂർവ്വം തയ്യാറാക്കുന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ ആരോഗ്യരംഗം നമ്മളെ സഹായിക്കുന്നതിന് പകരം മുതലെടുക്കുകയാണെങ്കിലോ? ഡോക്ടർ ഗോപിനാഥ് സുനിലിന്റെ വളരെ വിവാദപരമായ ഈയൊരു സിദ്ധാന്തമാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ഡോക്ടർ സുനിലിന്റെ വാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം ഇതാണ്. ചില വലിയ വ്യവസായങ്ങൾക്ക് നമ്മൾ എപ്പോഴും അസുഖമുള്ളവരായി ഇരിക്കുന്നതന്നെയാണ് നല്ലത്. എന്തുകൊണ്ടാണെന്നല്ലേ? കാരണം നമ്മുടെ അസുഖം അവർക്ക് കോടികളുടെ ലാഭമാണ്. അപ്പോ ആരാണീ അവർ? വെറുതെ ഒരാൾക്ക് അസുഖം വരുന്നതുകൊണ്ട് ആർക്കാണ് ലാഭം, അല്ലേ? ഡോക്ടർ സുനിൽ പറയുന്നതനുസരിച്ച് ഇത് യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ബിസിനസ് മോഡലാണ്. നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം. ശരി, അപ്പോ ഈ കെണിയുടെ ആദ്യത്തെ കണ്ണി എവിടെയാണെന്ന് അറിയാമോ? ഡോക്ടർ സുനിൽ പറയുന്നത് ഭക്ഷണ വ്യവസായവും മരുന്ന് കമ്പനികളും തമ്മിലുള്ള ഒരു രഹസ്യധാരണയിലാണ് ഇതിന്റെ തുടക്കം എന്നാണ്. അതായത് സംഭവം വളരെ സിമ്പിളാണ്. ഒരു കൂട്ടർ പ്രശ്നമുണ്ടാക്കുന്നു, അതായത് രോഗികളെ സൃഷ്ടിക്കുന്നു. മറ്റേ കൂട്ടർ അതിനുള്ള പരിഹാരം വിൽക്കുന്നു. ഇതിലൂടെ അവർക്ക് ജീവിതകാലം മുഴുവൻ പണം തരുന്ന ഒരു കസ്റ്റമറെ കിട്ടുകയാണ്. ഇതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു രോഗിയുടെ ജീവിതയാത്ര തന്നെ വരച്ചു കാണിക്കുന്നുണ്ട്. ഇത് തുടങ്ങുന്നത് വെറും 6 വയസ്സിലാണ്. പാം ഓയിൽ പോലെയുള്ള ചേരുവകളുള്ള പീനട്ട് ബട്ടർ പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങുന്നു. ഒരു 14 വയസ്സാകുമ്പോഴേക്കും കഴുത്തിലെ കറുപ്പ് നിറം പോലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ആദ്യ ലക്ഷണങ്ങൾ വന്നു തുടങ്ങും. 25 വയസ്സിൽ ടൈപ്പ് 2 പ്രമേഹം ഉറപ്പിക്കുന്നു. ഒടുവിൽ 40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആ വ്യക്തി ഹൃദയത്തിലെ ബ്ലോക്കിനും മറ്റു പല അസുഖങ്ങൾക്കും വേണ്ടി വില കൂടിയ മരുന്നുകളും ചികിത്സയും വാങ്ങുന്ന ഒരു സ്ഥിരം ഉപഭോക്താവായി മാറുന്നു. അപ്പോ ഈ കെണി ഒരുക്കാനായിട്ട് അവരുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആയുധം എന്തായിരിക്കും? ഡോക്ടർ സുനിലിന്റെ അഭിപ്രായത്തില് അത് നമ്മൾ മിക്കവാറും ദിവസവും കഴിക്കുന്ന ഒരു സാധാരണ ചേരുവയാണ്. ആ ആയുധം പാം ഓയിൽ ആണെന്നാണ് ഡോക്ടർ സുനിൽ പറയുന്നത്. ഒലിവ് ഓയിൽ പോലെയുള്ള നല്ല കൊഴുപ്പുകളിൽ നിന്നും വ്യത്യാസമായി പാം ഓയിലിലുള്ള പൂരിത കൊഴുപ്പ് നമ്മുടെ ശരീരം പഞ്ചസാരയെ ഊർജ്ജമാക്കി മാറ്റുന്ന ആ പ്രക്രിയയെ തടസ്സപ്പെടുത്തും. ഈയൊരു തടസ്സം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ വാതിൽ ഇൻസുലിൻ എന്ന താക്കോലിന് തുറക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ പാവം പാൻക്രിയാസിന് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. പ്രശ്നം ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. തലച്ചോറിന് വേണ്ടത്ര ഊർജം കിട്ടാതെ വരുമ്പോൾ കുട്ടികളിലാണെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. കാലക്രമേണ ഇത് അൽഷിമേഴ്സ് പോലെയുള്ള വലിയ രോഗങ്ങളിലേക്ക് വരെ നയിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ഡോമിനോ ഇഫക്റ്റ് പോലെയാണ്. ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ വരാൻ തുടങ്ങും.